ബാക്കി വെച്ച് 700 റുപ്യനെ കൊണ്ട് എൻ്റെ അനിയനൊരു സ്പീക്കർ വാങ്ങി. അതിലത്തെ പഴയ പാട്ട് കേട്ടിരിക്കലാണ് ഓൻ്റെ വൈബ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയൂല. ബോഗൻവില്ലിന്റെ കളക്ഷൻസ് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ ഇപ്പോൾ തിരുവനന്തപുരം, കൊച്ചി, മലപ്പുറം തുടങ്ങിയിട്ടുള്ള കുറേ ജില്ലകളിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാ പോയിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അവരെ വട്ടെന്നാണെങ്കിൽ നമുക്ക് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യൂട്ട് ആക്സസറീസ്. എവിടെ ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കത് കയറാനും അത് നോക്കാനും അതിങ്ങനെ തൊടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ താല്പര്യങ്ങളാണ്. ഒരേ വീട്ടിലുള്ളവർക്ക് പല പല താല്പര്യങ്ങൾ, പല പല വട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കവിത കേട്ടിട്ടുണ്ടായിരുന്നു, ഈ ദൂരത്ത് നോക്കുമ്പോൾ കാടുള്ളൂ, അടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഒറ്റമരാണെന്നുള്ളത്. നമ്മളെല്ലാ മനുഷ്യരും അതുപോലെ, നമ്മളെല്ലാവരും ഒറ്റമരങ്ങളാണ്. ഓരോരാൾക്കും നമ്മളെ മനസ്സിലാവില്ല എന്നുള്ളതാണ് മനുഷ്യനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മനസ്സിലാക്കൽ എന്ന് പറയുന്നത്. ഇത് പറയാൻ കാരണം നിങ്ങൾ ഇതുപോലെ ഒരു ഒറ്റമരാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ഉൾക്കാഴ്ചയുണ്ട്. നിങ്ങൾക്ക് മാത്രം അറിയുന്നൊരു ലോകം നിങ്ങൾ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ഞാനുണ്ട്. ആ ഞാൻ എവിടെ? നമ്മളെപ്പോഴെങ്കിലും എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ മറ്റാർക്കും അറിയാത്ത ആ ഞാൻ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടോ? എപ്പോഴാണ് മനുഷ്യൻ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവനെ ടച്ച് ചെയ്യുന്നത്? അന്ന് മുതലാണ് അവൻ്റെ യാത്ര യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്.